എങ്ങോട്ടേ തിടുക്കത്തിലും? രണ്ടിലൊന്നും എനിക്കറിയണം. ഒന്നിൽ അവൻ അല്ലെങ്കിൽ എന്റെ മോള്. എന്തിനാ ഈ എടുത്തു ചാട്ടമൊക്കെ? മോള് സുഖമായിട്ട് ഇവിടുന്ന് ഇറങ്ങിയ പോലീസിലോ എവിടെ വേണമെങ്കിലും കംപ്ലൈന്റ് ചെയ്യാലോ. ഇതിനൊന്നും പോലീസും പട്ടാളോ അല്ല, കുത്തിക്കേറാ വേണ്ടത്. നമ്മുടെ മോക്ക് വേണ്ടിയെങ്കിലും ഞാൻ പറയുന്നത് ഒന്നനുസരിക്കൂ. ചേച്ചി, നേരെ ഒരുപാടായില്ലേ? നമുക്ക് മുറിയിലേക്ക് പോവാം. സ്വന്തം മുറിയിലേക്ക് പോകാനും എനിക്കിപ്പോ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിരിക്കുക. എനിക്കിതെങ്ങനെയാ ബുദ്ധിമുട്ടാവുക? ഒരാളെയും ഒരു കാര്യത്തിനും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഒക്കെ എന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷയാവും. നീ ഡെസ്പറേറ്റ് മൂടൊന്ന് കളാ. 2-3 മാസത്തിനുള്ളിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഓ, എനിക്ക് വിശ്വാസമില്ല. ദൈവം എന്നോട് എന്തിനാണ് ഇത്രമാത്രം ക്രൂരത കാണിച്ചതെന്ന് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഇതുവരെ ആഗ്രഹിച്ചതൊന്നും എനിക്ക് തന്നിട്ടില്ല എന്നുള്ളത് പോട്ടെ, വേണ്ട. ആ കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ നീ തയ്യാറായിട്ടില്ലല്ലോ. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മാത്രം ഞാൻ നിനക്ക് അന്യാണ്, ഒരു സ്ട്രേഞ്ചർ. അതുകൊണ്ടല്ല വർഷേ, ആർക്കും ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിയാത്ത കുറെ പ്രശ്നങ്ങൾ അതറിയിച്ച് നിന്നെ കൂടി വിഷമിപ്പിക്കേണ്ടെന്ന് കരുതിയ. ജോളിയായിട്ട് നീ നടക്കുമ്പോഴും പഴയ ഏതോ കാര്യങ്ങൾ നിന്നെ അലട്ടിയിരുന്നു എന്നുള്ളത് എനിക്കറിയാം. അതെ, എനിക്ക് മറക്കാൻ കഴിയാത്ത, ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത ആ കറുത്ത അധ്യായം. അന്ന് ഞാൻ ഹോസ്റ്റലിൽ വന്നപ്പോ എന്റെ കൂടെ ഒരു ചെത്തു പെണ്ണിനെ കണ്ടല്ലോ. എന്താ അവളുടെ പേര്? അല്ല, നമ്മൾ സംസാരിച്ച തീരോളം ആ പെണ്ണിനെ നോക്കി കൊല്ലായിരുന്നു. ഐ തിങ്ക് ഷീ ലവ്സ്. അങ്ങനെ വല്ലതും ഉണ്ടായാലേ അജയനെ കൊന്നിട്ട് ഞാനും ചാവും. താനെന്തിനിങ്ങനെ പൊസസീവ് ആവുന്നത്? ഞാൻ പൊസസീവാ? സ്നേഹം വെച്ചാ അങ്ങനെയാ. നിക്കുന്നേ, ഈ അഫയറൊക്കെ ഒരു തമാശയായിട്ട് എടുത്തൂടെ? ഐ മീൻ, ഈ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം സ്നേഹിക്കുന്നത് എത്ര ബോറാണ്. ഇഷ്ടപ്പെടുന്നു, അടുക്കുന്നു, രണ്ടുപേർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനെ അങ്ങനെ. വൈ ഷുഡ് വി ഗോ ഫോർ എ മാരേജ്? ഓഹോ, അത് ശരി. അപ്പൊ ഇതായിരുന്നു ഇത്ര നാൾ അജിന് മനസ്സിലല്ലേ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ. മേഘയുടെ ലവിന്റെ ഇന്റൻസിറ്റി എത്രയുണ്ടെന്നറിയാൻ. അജയ് മറ്റൊരു പെൺകുട്ടി നോക്കുന്നത് പോലെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. സോറി, സോറി സോറി മേഘ. ഞാൻ ഇതൊക്കെ നിന്നോട് പറഞ്ഞത് എന്തിനാണെന്നറിയോ? എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വർഷയെ കൂടി ഞാൻ വിഷമിപ്പിച്ചെന്ന് തോന്നുക ഇപ്പോ. വർഷേ, ഇത്രയും കാലം ഞാൻ വർഷയോട് വളരെ ക്രൂരമായി പെരുമാറിയെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ കാരണമല്ലേ വർഷയുടെ കല്യാണം ഇങ്ങനെ നീണ്ടുപോയത്. ഇനി ഇത് നീട്ടുണ്ടെന്ന് ഡാഡിയോട് പറയണം. നിനക്ക് വേണ്ടി ഞാൻ എന്റെ പിടിവാശിയൊക്കെ അവസാനിപ്പിക്കാം. ആരെ വേണമെങ്കിലും കെട്ടാൻ ഞാനിപ്പോ റെഡിയാ. പക്ഷേ ഈ മുടന്റെ ഇനി ആര് കെട്ടാനാ?
ഇത് മേഘയുടെ അനിയത്തിയ വർഷ. ആ ഇരിക്കെ. മുമ്പുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടിയെന്ന് അറിയിക്കാൻ വന്നതാ. അതായത് മേഘയുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സും പിന്നെ മഹേഷിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സും അങ്ങനെ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാം മാറി. തടസ്സങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ മോനെ കേട്ടാ ഇപ്പോഴും തന്റെ അമ്മാവന്റെ മകള് റെഡിയെന്ന് അല്ലേ? അതെ, എന്റെ മോന് സൗന്ദര്യമില്ല, നിറം കറുപ്പാണ്, നീളവും കുറവാണ്. അതുകൊണ്ട് ചോദിക്കുക, സ്ത്രീധനം എന്തോ തരും? സ്ത്രീധനമൊന്നും പ്രശ്നമല്ല, സ്ത്രീ തന്നെയാണ് ധനമെന്ന് മഹേഷ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു. മഹേഷ് അതൊക്കെ പറയും. കുറെ കളിപ്പിച്ചില്ലേ തന്റെ അമ്മാവന്റെ മകള്. ഇപ്പോഴാരെയും കിട്ടിയില്ലെന്ന് മനസ്സിലായപ്പോ ഇങ്ങോട്ട് വന്നു. വാ ഹരിയേട്ടാ, നമുക്ക് പോവാം. സാർ ഇങ്ങനെ ഒരു നിർത്ത്. 7 ചൊവ്വയുള്ള പെണ്ണ് ഈ നാട്ടിൽ വേറെ ഉണ്ടോ ഞാനോ നോക്കട്ടെ. നോക്കൂ, ഒന്നും തോന്നരുത്. അച്ഛന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഓ, അതൊന്നും സാരമില്ല. മഹേഷ് എവിടെ പോയി? അച്ഛനോട് വഴക്കിട്ട് പോയതാ. വീട്ടിൽ വന്നിട്ട് കുറെ ദിവസമായി. രമേശ, ഈ കണ്ണാടി നോക്കിയിട്ട് എന്ത് കാണാനാ രമേശ? ഓ, അണ്ണനായിരുന്നോ? ഇവിടെ കണ്ണാടി ഉണ്ടായിരുന്നു ഇല്ലേ? എനിക്കത് വിധിച്ചിട്ടില്ല. വേറെ എന്തൊക്കെ ഉണ്ടെന്നാ ഇവിടെ? ഇവിടെ വെള്ളച്ചാട്ടമുണ്ട്, പൂന്തോട്ടമുണ്ട്, മാർബിൾ പ്രതിമയുണ്ട്. ഒരന്തനെ കളിയാക്കരുതെന്നാ. ഈ കഥ പായ്ക്കേണ്ട ജീവിതത്തിൽ ഓരിട്ട് മാത്രമാണ് ബാക്കി. ഇവിടെ അന്ധകാരത്തിന്റെ വെളിച്ചം കടന്നു വരുവാണോ? നിനക്ക് കാഴ്ചയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇവിടെ കുളം തോണ്ടി തന്നെ. അണ്ണ എന്താ പറഞ്ഞത്? അല്ല, നീ ആളൊരു യോഗ്യനാണെന്ന് പറയായിരുന്നു രമേശ. അണ്ണ കുളത്തിൻകര പോകുന്ന കാര്യം പറഞ്ഞതാ. അത് നീ ഏത് കുളത്തിൽ വീണാലും കരകയറ്റാൻ ഞാനുണ്ട്. മതി, എനിക്കത് മാത്രം മതി. കണ്ണാടി നന്നായാൽ ചങ്ങാതി വേണ്ടെന്ന് പണ്ട് ആരോ പാടിയത് എത്ര ശരിയാണ്. അയാള് പാടിയിട്ടുള്ളതെല്ലാം ശരിയാ. വരാനുള്ളത് വഴി തങ്ങില്ല, വിട്ടികളെന്ന് മാരണം തന്നെ. അപ്പോ നമുക്ക് ഇറങ്ങാം. എന്റെ വടി ദാ പിടി. ആ വഴി നടന്നോളൂ. വലത്തോട്ട്, ഇനി ഇടത്തോട്ട്, ഇടത്തോട്ട്. അണ്ണനും കണ്ണു കണ്ടൂടല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചെവി കേട്ടൂടെ? വലത്തോട്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. ചെവിക്കും ചെറിയ കുഴപ്പമുണ്ട്. ചെവിക്ക് മാത്രമല്ല, മൊത്തത്തിൽ തലയ്ക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ മതി. വെരി കറക്റ്റ്. ആ നടക്കും. എന്താണെന്നാ ഈ ഹോട്ടലിൽ ഇരിക്കുമ്പം ഭൂമി കുലുങ്ങും പോലെ. അതാണ് സർക്കാർ റോഡിന്റെ ഗുണം. നല്ല സുഖം. അതൊക്കെ പറ, ഇങ്ങനെ ചാർജ് കൂട്ടും. ബോംബെയിൽ ഇത്തരം പ്രശ്നങ്ങളേ ഇല്ല. അതെന്താ? അവിടെ നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും കപ്പലിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഒഴുകി 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 പറന്ന് 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 പോകും പോലെ ഇരിക്കും. കപ്പലിൽ കൂടി പറക്കുക. ആ, ഇറങ്ങാണ്ണ. സ്ഥലം എത്തിയിട്ടില്ല. പിന്നെ വണ്ടി നിർത്തിയതോ? ബിരിയാണി കഴിക്കാൻ. അയ്യോ, ആയിരുന്നോ? വേണ്ടായിരുന്നു. ആ, ആയിക്കോട്ടെ. ബോംബെ ബിരിയാണിയുടെ ടേസ്റ്റ് വരുമോ എന്തോ. ഇവിടെ ബിരിയാണിക്കൊക്കെ എന്ത് വിലയുണ്ടെന്നാ? അതെ, ഒരു 5 രൂപ ഓട്ടോ. അല്ല, അണ്ണൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നമുക്ക് മറ്റവനെ ഒന്ന് അടിക്കാൻ പോയാലോ? അതെ, അടിക്കാനും കുത്താനൊന്നും എന്റെ ആട്ടോ കിട്ടില്ല. ഇറങ്ങണം മിസ്റ്റർ. അയ്യോ, ഞാൻ മറ്റതടിക്കുന്ന കാര്യമാ പറഞ്ഞു. എന്തടിയായാലും എന്നെ കിട്ടില്ല. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ട. അണ്ണനെ കിട്ടാനൊന്നും വിടില്ല. ഇറങ്ങ്. അണ്ണ അണ്ണ ആ. അണ്ണൻ എങ്ങോട്ട് പോയി? അണ്ണോ, അണ്ണ അല്ല, അത് പിന്നെ അണ്ണനും. കാലമാടാ.